ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 25. നമ്മൾ ഇന്നലെ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമൻ്റെ ലിറ്റർജിയെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം, അതിൻ്റെ കുറച്ച് ഭാഗമാണ് കേട്ടത്. കോൺസ്റ്റാന്റിനോപ്പിളിലെ ആർച്ച് ബിഷപ്പായിരുന്ന സ്വർണ്ണ തൊണ്ടയുള്ളവൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ജോൺ ക്രിസോസ്റ്റം, അദ്ദേഹം ഹോമിലിസ് ഓൺ ട്രച്ചറി ഓഫ് ജൂഡസ്, യൂദാസിൻ്റെ വഞ്ചനയെക്കുറിച്ച് എന്നുള്ള അതിനെക്കുറിച്ചുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പള്ളിപ്രസംഗമുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യവും, അതുപോലെ തന്നെ ഹോമിലിസ് ഓൺ മാത്യു, മത്തായിയുടെ സുവിശേഷത്തെക്കുറിച്ചുള്ള പള്ളിപ്രസംഗങ്ങൾ, ആ രണ്ട് രേഖകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ഇന്നൊന്ന് അവതരിപ്പിക്കാം. ഗംഭീരമാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം. സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളിലൂടെയാണ് നമുക്ക് ദൈവവചനത്തിൻ്റെ പൊരുൾ തിരിച്ചറിഞ്ഞത്. പല കാര്യം നമ്മൾ കേട്ട് പരിചയിച്ചുള്ളതുകൊണ്ട് ആരാണ് മുമ്പ് പറഞ്ഞതെന്ന് നമുക്ക് അറിയേണ്ടാവില്ല. അതൊന്ന് പരിചയപ്പെടുത്തൽ കൂടിയാണ് ഈ സഭാപിതാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം, ജോൺ ക്രിസോസ്റ്റമൻ്റെ വ്യാഖ്യാനം. പെസഹ വ്യാഴാഴ്ച അന്ത്യവിരുന്നിൻ്റെ മേശ തയ്യാറാക്കിയ അതേ ക്രിസ്തു തന്നെയാണ് ഇപ്പോൾ ഈ അൾത്താര മേശയും തയ്യാറാക്കുന്നത്. പെസഹ വ്യാഴാഴ്ച അന്ത്യവിരുന്നിൻ്റെ മേശ തയ്യാറാക്കിയ അതേ ക്രിസ്തു തന്നെയാണ് ഇപ്പോൾ ഈ അൾത്താര മേശയും തയ്യാറാക്കുന്നത്. എന്തെന്നാൽ മനുഷ്യനല്ല ബലിയുടെ ദാനത്തെ ക്രിസ്തുവിന് ശരീരവും രക്തവുമാക്കി മാറ്റുന്നത്. പ്രത്യുത നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തു തന്നെയാണ് അത് ചെയ്യുന്നത്. തീർച്ചയായും പുരോഹിതൻ അവിടെ നിൽക്കുന്നത് ഈ പ്രവൃത്തി ക്രിസ്തുവിന് വേണ്ടി നിവൃത്തിയാക്കാനാണ്. എന്നാൽ പുരോഹിതൻ ദൈവകൃപയിലും ദൈവശക്തിയിലുമാണ് ഇത് എൻ്റെ ശരീരം ആകുന്നു എന്ന വചനം പ്രഖ്യാപിക്കുന്നത്. ഈ വചന പ്രഖ്യാപനമാണ് അപ്പം, വീഞ്ഞ് എന്നീ ദാനങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു കമൻറ്റ് ഞാൻ പറഞ്ഞോട്ടെ. പെസഹ വ്യാഴാഴ്ച അന്ത്യവിരുന്നിൻ്റെ മേശ തയ്യാറാക്കിയ അതേ ക്രിസ്തുവാണ് ഈ അൾത്താര മേശയും തയ്യാറാക്കുന്നത്. എത്രയോ മനോഹരമായ വ്യാഖ്യാനമാണത്. എന്തെന്നാൽ മനുഷ്യനല്ല ഈ ബലിയുടെ ദാനത്തെ ക്രിസ്തുവിൻ്റെ ശരീരം രക്തമാക്കി മാറ്റുന്നത്. അച്ഛൻ്റെ പ്രവൃത്തിയൊന്നും അല്ല അത്. മറിച്ച് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തു തന്നെയാണ് അത് ചെയ്യുന്നത്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞ് കൽപ്പിച്ച ക്രിസ്തു ആ ഓർമ്മയ്ക്കായി ചെയ്യുവാനായിട്ട് പുരോഹിതന്മാരെ നിയമിച്ചു. അവിടെ പുരോഹിതൻ നിൽക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. അവൻ്റെ കൽപ്പന നിറവേറ്റാൻ നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് കർത്താവാണ് കൽപ്പിച്ചത്. അല്ലാണ്ട് സഭ ഉണ്ടാക്കിയതല്ലോ, തിരുവചനത്തിലുള്ളതല്ലേ. ആ തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞ തിരുവചനം നിറവേറ്റാൻ കർത്താവ് തന്നെ ആളുകളെ നിയമിച്ചു. അതാണ് പുരോഹിതൻ. അതിനാൽ പുരോഹിതൻ ദൈവകൃപയിലും, പൗരോഹിത്യത്തിൻ്റെ ദൈവകൃപ, ദൈവശക്തിയിലും പൗരോഹിത്യത്തിൻ്റെ ദൈവശക്തി, ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ദൈവശക്തി, ആ ശക്തിയിലുമാണ് ഇത് എൻ്റെ ശരീരം ആകുന്നു എന്ന് പറയുന്നത്. ഈ വചന പ്രഖ്യാപനമാണ് അപ്പം, വീഞ്ഞ് എന്നീ ദാനങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്. വൈദികനല്ല, ക്രിസ്തു. ഇതിൽ നിന്നാണ് പിന്നീട് ഈ കത്തോലിക്ക സഭയിലെ പ്രമാണങ്ങളിൽ വന്നത് ഇൻ പെർസോണ ക്രിസ്തി. പുരോഹിതൻ നിൽക്കുന്നത് ക്രിസ്തുവനാളിലാണ് വൈദികൻ നിൽക്കുന്നത്. അങ്ങനെ ക്രിസ്തു നാളിൽ നിൽക്കുന്നത് കൊണ്ടാണ് വൈദികൻ പുരോഹിതനാകുന്നത്, ഏക പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നത്. വീണ്ടും ജോൺ ക്രിസോസ്റ്റമിൻ്റെ വാക്കുകൾ. അതിനാൽ നമുക്ക് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാം. ഒരു കാര്യത്തിലും അവനെ എതിർക്കാതിരിക്കാം. നമ്മുടെ ബുദ്ധിക്ക് വൈരുദ്ധ്യമെന്ന് തോന്നുന്ന കാര്യത്തിലായാലും, നമ്മുടെ ബാഹ്യനേത്രങ്ങൾ കൊണ്ട് കാണുന്ന കാര്യത്തിലായാലും ദൈവത്തിനെതിരെ നിലപാട് എടുക്കാതിരിക്കാം. നമ്മുടെ പരിമിതമായ ബുദ്ധിയേക്കാളും ബാഹ്യമായ കാഴ്ചയേക്കാളും ഉയർന്ന അധികാരം ദൈവത്തിൻ്റെ വചനത്തിന് കൊടുക്കാം. അത് ഞാൻ ഒന്നുകൂടി വായിക്കുക. നമ്മുടെ ബാഹ്യനേത്രങ്ങൾ കൊണ്ടുന്ന നമ്മുടെ പരിമിതമായ ബുദ്ധിയേക്കാളും ബാഹ്യമായ കാഴ്ചയേക്കാളും ഉയർന്ന ഒരു അധികാരം ദൈവത്തിൻ്റെ വചനത്തിന് കൊടുക്കാം. വിശുദ്ധ കുർബാന എന്ന രഹസ്യത്തിലും ഇതായിരിക്കട്ടെ നമ്മുടെ നിലപാട്. നമ്മുടെ മുമ്പിൽ വെക്കപ്പെട്ടിരിക്കുന്ന സംഗതികളിലല്ല, നമ്മൾ കേൾക്കെ പറയപ്പെട്ടവൻ്റെ വചനത്തിലാണ് നാം നോക്കേണ്ടത്. ഗംഭീരമാണ് ആ വാക്ക്. നമ്മുടെ മുമ്പിൽ വെക്കപ്പെട്ടിരിക്കുന്ന സംഗതികളിലല്ല, നമ്മൾ കേൾക്കെ പറയപ്പെട്ടവൻ്റെ വചനത്തിലാണ് നാം നോക്കേണ്ടത്. എന്തെന്നാൽ അവൻ്റെ വചനത്തിന് നമ്മെ വഞ്ചിക്കാൻ കഴിയില്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് പലപ്പോഴും നമ്മെ ചതിക്കുന്നത്. അവൻ്റെ വചനം ഒരിക്കലും തോറ്റിട്ടില്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് പലപ്പോഴും പരാജയപ്പെട്ടിട്ടുള്ളത്. ഇതെൻ്റെ ശരീരമാകുന്നു എന്ന തിരുവചനം പറയുമ്പോൾ അത് നമുക്ക് ബോധ്യം വരികയും നാം അത് വിശ്വസിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവയെ നോക്കേണ്ടത് മനസ്സിൻ്റെ കണ്ണുകൊണ്ടാണ്, ശരീരത്തിൻ്റെ കണ്ണുകൊണ്ടല്ല, മനസ്സിൻ്റെ കണ്ണുകൊണ്ടാണ്. അവൻ്റെ രൂപം കണ്ടെങ്കിൽ, അവൻ എങ്ങനെയിരിക്കുന്നു എന്ന് കണ്ടെങ്കിൽ
അവൻ്റെ വസ്ത്രം കണ്ടിരുന്നുവെങ്കിൽ, അവന് ചെരുപ്പ് കണ്ടിരുന്നുവെങ്കിൽ എന്നെല്ലാം എത്രയോ പേരാണ് പറയുന്നത്. നോക്കുക മാത്രം ചെയ്യൂ. നിങ്ങൾ അവനെ കാണുന്നു, നിങ്ങൾക്കവനെ സ്പർശിക്കാം, നിങ്ങൾക്കവനെ എടുക്കാം, നിങ്ങൾക്കവനെ ഭക്ഷിക്കാം, നിങ്ങൾക്കവനെ പാനം ചെയ്യാം, നിങ്ങൾക്കവനുമായി ഒന്നാകാം. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ള കാര്യം വീണ്ടും വീണ്ടും പറയുകയാണ്. ഞാൻ കർത്താവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ, ഭൗമികാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ, ഞാൻ ബറാബാസിൻ്റെ കൂടെ ആകുമായിരുന്നില്ല, ഞാൻ മഹാപുരോഹിതന്മാരുടെ കൂടെ ആകുമായിരുന്നില്ല, ഞാൻ യൂദാസിൻ്റെ കൂടെ ആകുമായിരുന്നില്ല എന്നൊക്കെ എത്രയോ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ, കർത്താവിനെ കണ്ടിരുന്നെങ്കിൽ, അന്ന് കർത്താവിനെ കണ്ടപ്പോൾ, കർത്താവിനെ നോക്കിയപ്പോൾ കണ്ടത് എന്താണ്? ഒരു മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യൻ ദൈവമാണെന്ന് വിശ്വസിക്കാൻ എന്തുമാത്രം വിശ്വാസത്തിൻ്റെ വെല്ലുവിളി ഉണ്ടായിരുന്നു? ഒരുപാടാണ്. അതേ വെല്ലുവിളി തന്നെയല്ലേ ഇപ്പോഴുള്ളത്. ഈ കുർബാനയിലെ അപ്പം അത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശ്വസിക്കാൻ അന്ന് വിശ്വാസത്തിൻ്റെ വെല്ലുവിളി എത്രയുണ്ടായിരുന്നോ അത്ര തന്നെ വെല്ലുവിളിയാണുള്ളത്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു അപ്പമാണ്, അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഒരു മനുഷ്യനാണ്. അന്ന് മനുഷ്യത്വത്തിൽ ദൈവത്വം ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അപ്പത്തിൽ ആ ദൈവത്വം ഒളിഞ്ഞിരിക്കുകയാണ്. അന്ന് അവനെ നോക്കി അവർ വിശ്വസിച്ചു, ഇപ്പോൾ അപ്പം നോക്കി വിശ്വസിക്കുക. അന്ന് പരിശുദ്ധ കന്യകാമറിയം കർത്താവിന് കൈകളിലെടുത്തു, ശിമിയോൻ കൈകളിലെടുത്തു, യൗസേപ്പിതാവ് കൈകളിലെടുത്തു. ഇന്ന് വൈദികർക്ക് കൈകളിലെടുക്കാൻ പറ്റും. കുർബാന കൈകൾ സ്വീകരിക്കുന്നവർക്കും അങ്ങനെ ചെയ്യാം. തീർന്നില്ല, കുർബാന നമ്മൾ സ്വീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു. അപ്പം കർത്താവിൻ്റെ ശരീരത്തെ സ്പർശിക്കുക മാത്രമല്ല, അവനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു, അവൻ്റെ രക്തം ഉൾക്കൊള്ളാൻ കഴിയുന്നു, അങ്ങനെ അവനുമായിട്ട് ഒന്നാകാൻ കഴിയുന്നു. ഇതിനേക്കാൾ ശക്തമായ ഒരു സാന്നിധ്യം, ഇതിനേക്കാൾ ശക്തമായ ഒരു സാക്ഷ്യം, ഇതിനേക്കാൾ ശക്തമായ ഒരു ദൈവിക അനുഭവം വേറെ എവിടെയെങ്കിലും കിട്ടുമോ? ഇല്ല. ഇതാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വീണ്ടും 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 കേൾക്കാം. അങ്ങനെ ഈ സഭാപിതാക്കന്മാരാണ് തുടക്കത്തിൽ കുർബാനയുടെ വ്യാഖ്യാനങ്ങളൊക്കെ നൽകിയത്, തിരുവചനത്തെ വ്യാഖ്യാനങ്ങൾ നൽകിയത്. നമ്മളിത് പല പ്രാവശ്യം കേട്ടിട്ടുള്ളത് കൊണ്ട് ഇതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുള്ളതല്ലെന്ന് തോന്നാം. പക്ഷെ എങ്ങനെയാണ് നമ്മൾ കേൾക്കാൻ ഇടയായത്? അത് സഭാപിതാക്കന്മാരങ്ങനെ വ്യാഖ്യാനിച്ചത് കൊണ്ടാണ്. അവരാകട്ടെ അപ്പസ്തോലന്മാരുടെ കാലയളവ് കൂടി ചേർന്നിരുന്നവരും ഈ ബൈബിളിൻ്റെ ഒറിജിനൽ കയ്യെഴുത്ത് പ്രതികളോ അതിൻ്റെ ഇമ്മീഡിയറ്റ് കോപ്പികളോ കണ്ടവരും കർത്താവിൻ്റെ അപ്പസ്തോലന്മാരെന്ന് കേട്ടവരൊക്കെയാണ്. അതുകൊണ്ട് നമ്മളെക്കാൾ മനസ്സിലാക്കാൻ അവർക്ക്, വചനത്തിൻ്റെ അർത്ഥം പൊരുള് മനസ്സിലാക്കാൻ അവർക്ക് കൂടുതൽ കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന വാക്കുകൾക്ക് നമ്മൾ കനം കുറച്ച് കൂടുതൽ കൊടുക്കണം. അങ്ങനെ കൊടുക്കാനും ഏത് ലിറ്റർജി എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിൽ പങ്കെടുക്കുമ്പോൾ നാം എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് അവർ സംഭവിക്കുന്നതെന്നും ധ്യാനിച്ച് ആഴത്തിലേക്ക് കയറി നമ്മൾ തന്നെ വചനത്തിലേക്ക് രൂപാന്തരപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അങ്ങനെ ഉണ്ടാകട്ടെ. അങ്ങനെയാണ് നമ്മൾ വിശുദ്ധരാവുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.